അപ്പോൾ കണ്ണകി എന്ന് പറഞ്ഞാൽ ഭയങ്കര രാജപുത്രിയായിരുന്നു കണ്ണകി. ചിലമ്പെടുത്തുള്ളൂയി വിറ്റു അടുത്തടുത്ത് കൊല്ലുക ചെയ്തത്. അപ്പോൾ കണ്ണകി അതായത് ദേവി കണ്ണകി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചിലമ്പ് പൊട്ടിച്ച് കാണിച്ചപ്പോൾ രക്തങ്ങൾ വലിയ രാജകുടുംബത്തിൽ പെടുന്ന ആളല്ലേ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ആ ചോര എടുത്ത് നെറ്റി തൊട്ട് പറയാണ് പ്രതികാരം മധുര എന്നൊക്കെ മുഴുവൻ ശരിക്കും പതിവ്രതകളുടെ ശാപത്താലുണ്ടല്ലോ ഒരു രക്ഷയില്ല. കൊടുങ്ങല്ലൂർ ചെന്ന് പൂജിച്ച് ക്ഷേത്രപാലന് 9 പ്രദർശനം വെച്ച് ഉടച്ചാൽ ശരിക്കും ഉടയാണെങ്കിൽ ദോഷം പോയി. 21ാമത്തെ ചുവന്ന കിഴിക്കെട്ടി കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സമർപ്പിച്ചാൽ ശത്രുദോഷം വരും. എന്നിട്ടൊരു രക്തപുഷ്പാഞ്ജലിയും കടുംബായുസും കഴിപ്പിക്കുക. ഭയങ്കര പവറാണ്. മസൂരി എന്ന് പറഞ്ഞ അസുഖമായിരുന്നു. ജനങ്ങളെയൊക്കെ അത് രോഗം വന്നാൽ പായി കെട്ടി കൊണ്ട് പ്രാണം പോയിട്ടുണ്ടാവില്ല. ഈ അവസ്ഥയ്ക്ക് പരിഹാരം തന്നത് കൊടുങ്ങല്ലൂരമ്മയാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ ആ കാളി അങ്ങനത്തെ മാരക രോഗങ്ങൾ വന്നാൽ കൊടുങ്ങല്ലൂരമ്മ അഭയം പ്രാപിക്കുക. അതുപോലെ ഭദ്രകാളി ഉപാസന ഉണ്ടായാലും വളരെ നല്ലതാണ്. ഭദ്രകാളി സങ്കല്പം. അപ്പോൾ ഈ ഭദ്രകാളി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അമ്മയായിട്ടും ദേവിയായിട്ടും ഭഗവതിയായിട്ടും എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഭദ്രകാളി സങ്കല്പത്തിൽ ഇന്ന് കേരളത്തിലുള്ള 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആദ്യത്തേത് കൊടുങ്ങല്ലൂർ തിരുമാനാംകുന്ന്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ സങ്കല്പവും അവിടുത്തെ ആചാര രീതികളും താന്ത്രികത്തിൻ്റെ ഏറ്റവും അടുത്ത തലങ്ങളിൽ നിൽക്കുന്നതാണ്. അമ്മ അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? നമസ്കാരം. നമസ്തേ. കൊടുങ്ങല്ലൂരമ്മയെ പറ്റി പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. എങ്കിലും ഞാൻ പറയാം. കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണകിയാണ്. അതാണ് സങ്കല്പം. ചേരമാൻ രാജാവിൻ്റെ കണ്ണകി ഉണ്ടല്ലോ, കണ്ണകി. അപ്പോൾ കണ്ണകി എന്ന് പറഞ്ഞാൽ ഭയങ്കര രാജപുത്രിയായിരുന്നു കണ്ണകി. അപ്പോൾ ആ രാജാവിന് മധുര രാജാവിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ രാജാവ് ഈ കണ്ണകിയുടെ ചിലമ്പെടുത്തുകൊണ്ടുപോയി വിറ്റു. വിൽക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പിടിച്ചു രാജാവ്. അപ്പോൾ രാജാവിൻ്റെ രാജ്ഞിയുടെ ചിലപ്പം കാണാനില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ കഴുത്തറുത്ത് പണ്ടൊക്കെ അങ്ങനെ ശിക്ഷ പെട്ടെന്നല്ല ശിക്ഷ കഴുത്തറുത്ത് കൊല്ലുക ചെയ്തത്. അപ്പോൾ കണ്ണകി അതായത് ദേവി രാജാവിൻ്റെ ഭാര്യ കണ്ണകി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചിലമ്പ് പൊട്ടിച്ച് കാണിച്ചപ്പോൾ രക്തങ്ങൾ വലിയ രാജകുടുംബത്തിൽ പെടുന്ന ആളല്ലേ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ആ ചോര എടുത്ത് നെറ്റി തൊട്ട് പറയാണ് പ്രതികാരം മധുര എന്നൊക്കെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. കണ്ണിൻ്റെ അത്ര പതിവ്രതയാണോ. ശരിക്കും പതിവ്രതകളുടെ ശാപത്താലുണ്ടല്ലോ ഒരു രക്ഷയില്ല. പതിവ്രത എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഭർത്താവിനെ മാത്രം ദൈവമായി കണക്കാക്കി ജീവിക്കുന്ന സ്ത്രീകളാണ് പതിവ്രതകൾ. അവരുടെ ഒരു നോട്ടം കൊണ്ട് നമുക്ക് ശാപം ഭയങ്കര ശാപമാണ്, ഭയങ്കരതായിരിക്കും. അവരെ മനസ്സ് വേദനിപ്പിച്ചാലുണ്ടാവും ശരിക്കും പറ്റും. അപ്പോൾ ഇത് ദേവിയല്ല, പ്രത്യേകിച്ച് ദേവിയായി അങ്ങനെ ദേവിയായിട്ട് വന്ന് കൊടുങ്ങല്ലൂർ വന്ന് ആവാസിക്കുകയാണ് കൊടുങ്ങല്ലൂരമ്മ എന്ന് പറഞ്ഞിട്ട്. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷിപ്രമാണ് കാര്യങ്ങൾ. ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയാണ്. ഇപ്പം നമുക്കൊരു ശത്രുദോഷവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ കൊടുങ്ങല്ലൂർ പോവുക. ഒരു തേങ്ങ എടുത്ത് തലയ്ക്ക് കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ ചെന്ന് പൂജിച്ച് ക്ഷേത്രപാലന് 9 പ്രദർശനം വെച്ച് ഉടച്ചാൽ ശരിക്കും ഉടയാണെങ്കിൽ ദോഷം പോയി. ഉടഞ്ഞില്ലെങ്കിൽ പോയിട്ടില്ല, വീണ്ടും തേങ്ങ മേടിക്കാൻ പറയും. പക്ഷെ അതിലർത്ഥമില്ല, വീണ്ടും രണ്ടാമത് വരുന്ന അർത്ഥം. അവിടുന്ന് തേങ്ങ മേടിച്ച് ഉടയ്ക്കുന്ന അർത്ഥമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് തേങ്ങ മണ്ണൊക്കെ കൊണ്ടുപോയി പൂജിച്ച് അത് ഉടയ്ക്കണതാണ് ഇത്. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഭയങ്കര പവർഫുൾ. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ശത്രുദോഷം തീരാനായിട്ട് കുരുമുളക്, ദേവി മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിൽ 24ാമത്തെ ശ്ലോകമാണ്. ശൂലേന പാക്കിനോ ദേവി ഖഡ്ഗേന ചാമി 2 വരി. ഈ 2 വരി ചൊല്ലി 108 കുരുമുളക് ദിവസം ഇട്ട് വെച്ച് 21ാമത്തെ ചുവന്ന കിഴിക്കെട്ടി കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സമർപ്പിച്ചാൽ ശത്രുദോഷം തീരും. എന്നിട്ടൊരു രക്തപുഷ്പാഞ്ജലിയും കടുംബായുസും കഴിപ്പിക്കുക. ഭയങ്കര പവറാണ് കൊടുങ്ങല്ലൂരമ്മ. ഈ രോഗങ്ങൾ വന്നാൽ ചിക്കൻ ബോക്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നേരെ ആർക്കാ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് കുരുമുളക് വച്ചേക്കാന്ന് പ്രാർത്ഥിക്കും. അവിടെ ഒരു ദേവിയുണ്ട്, സൂര്യമാല ഭഗവതി. ആ ഭഗവതിയുടെ അടുത്ത് നടക്കപ്പോയി നമ്മൾ അവിടെ തലക്ക് കഴിഞ്ഞ് കുരുമുളക് ഇടും. പ്രദക്ഷിണയൊക്കെ കൊടുത്തു കഴിയുമ്പം ആ ദോഷങ്ങൾക്ക് പരിഹാരം. ഈ പണ്ട് ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചിക്കൻ ബോക്സ് അല്ല മസൂരി എന്ന് പറഞ്ഞ അസുഖമായിരുന്നു. ജനങ്ങളെയൊക്കെ അത് രോഗം വന്നാൽ പായി കെട്ടി കൊണ്ട് പ്രാണം പോയിട്ടുണ്ടാവില്ല. അതുപോലത്തെ ദുരിതാവസ്ഥയായിട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥയ്ക്ക് പരിഹാരം തന്നത് കൊടുങ്ങല്ലൂരമ്മയാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ ആ കാളി ഒക്കെ വലിച്ച് നക്കി കുടിച്ചു എന്നാണ് പറയണത്. അത്രത്തോളം പവർഫുള്ളാണ് കൊടുങ്ങല്ലൂരമ്മ. അതായത് മാരക രോഗങ്ങൾക്ക് മാരകമായൊരു ഇപ്പോൾ ഈ ക്യാൻസറും ഇതിനൊക്കെ ബന്ധപ്പെട്ടതാണ്. അങ്ങനത്തെ മാരക രോഗങ്ങൾ വന്നാൽ കൊടുങ്ങല്ലൂരമ്മ അഭയം പ്രാപിക്കുക. അതുപോലെ ഭദ്രകാളി ഉപാസന ഉണ്ടായാലും വളരെ നല്ലതാണ്. തിരുമാന്താംകുന്ന് വേറെയാണ്. തിരുമാന്താംകുന്ന് വിവാഹത്തിന് തടസ്സങ്ങൾ മാറുന്നൊരു ദേവിയാണ്. അവിടെ 3 പ്രാവശ്യം ഒരു പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിവാഹം നടക്കും. അത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. കൊടുങ്ങല്ലൂരമ്മ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ശത്രുദോഷത്തിനും കാര്യസാധ്യത്തിനും ഒക്കെ. ഇപ്പോൾ കുട്ടികളില്ലാത്തവർ അവിടെ പോയി പ്രാർത്ഥിക്കുക. അമ്മ സന്താന ലബ്ധി കൊടുക്കും. അപ്പോൾ ആ കുട്ടി അവിടെ കൊണ്ട് ചോറ് കൊടുക്കണം. നമുക്ക് ന്യായത്തിന് ന്യായം വേണം.
വേറെ എവിടെയും പ്രാർത്ഥിച്ചിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് വേറെ എവിടെയും ചോറ് കൊടുത്താൽ അമ്മ സമ്മതിക്കില്ല. അതെ അതെ ക്ഷിപ്ര കോപിയാണ്. അതെ. അതുപോലെ ക്ഷിപ്ര ഇതാണ്. അപ്പം അമ്മയുടെ ആ ദേഷ്യം കുറയ്ക്കാനാണ് മുമ്പിൽ തന്നെ ശിവനിരിക്കുന്നത്. മഹാദേവന്റെ പുറത്ത് കാലിയൊട്ടിന്ന് തുള്ളുന്ന ഭദ്രകാളിയാണത്. ഭദ്രകാളി ഭദ്രം തരുന്ന കാളിയാണ്. കഴുത്തിന് മുഴുവൻ തലകളും കൈ മുഴുവൻ അക്ഷരന്മാരുടെ. അപ്പോൾ ഭദ്രകാളി എന്ന് പറയും, ഭദ്രകാളി ഉപാസന എന്ന് പറയുമ്പോൾ നമ്മുടെ അഹങ്കാരം എന്ന് കുറയ്ക്കുക, നമ്മുടെ ഷഡ് ദോഷങ്ങൾ മാറ്റുക. ആ അഹങ്കാരം കുറച്ച് അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോൾ നമ്മൾ സാത്വികമായി മാറണം. അല്ലാണ്ട് ഭദ്രകാളി ഉപാസക ദേഷ്യക്കാരൊന്നും ദേഷ്യമുള്ളവരൊന്നും ആയിരിക്കില്ല. കാരണം ഭദ്രകാളി ഭദ്രം തരുന്ന അമ്മ. ആ അമ്മ ഈ നമ്മുടെ അഹങ്കാരം, തല കൊണ്ട് നമ്മൾ ഞങ്ങളിക്കുന്ന അഹങ്കാരം കൈകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മളെ ഐശ്വര്യത്തിലേക്ക് കയറും. അതാണ് എൻ്റെ സൂചന തന്നെ. ഭദ്രകാളി ഉപാസന എടുക്കാമെന്ന് പറഞ്ഞാൽ വലിയ ചുറ്റിയൊന്നുമില്ല, പക്ഷേ അമ്മയിൽ ആത്മാർത്ഥനെ പ്രാർത്ഥിക്കണം. ഹനുമാൻ ഉപാസന പോലെ ചുറ്റിയൊന്നുമില്ല. ഭദ്രകാളിയുടെ മൂലമന്ത്രം ദിവസവും രാവിലെ 108 പ്രാവശ്യം ഏതെങ്കിലും ഗുരുവിൽ നിന്നും ദീക്ഷ സേവിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. 108 പ്രാവശ്യം ജപിക്കുക, വൈകുന്നേരം 108 പ്രാവശ്യം ജപിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ വേറെ ചിന്തകളൊന്നും പാടില്ല. 41 ദിവസം ശബരിമല വ്രതം പോലെ വ്രതം എടുത്ത് ഭദ്രകാളി ഉപാസന ചെയ്ത് 41ാമത്തെ ദിവസം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി തൊഴുത് അമ്മയ്ക്ക് വസ്ത്രം സമർപ്പിച്ച് പായസം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭദ്രകാളി ഉപാസനയായി. അതിന് ഇത്ര ലക്ഷണം ചെല്ലുന്നില്ല. അമ്മയെ പ്രാർത്ഥിച്ചൊല്ലുക. സദാസമയം അമ്മ മാത്രം മനസ്സിലായിരിക്കും. ഈ 41 ദിവസം നമ്മൾ വേറെ ഈ അതർ ആക്ടിവിറ്റീസ് ഒന്നും പോകാൻ പാടില്ല. അങ്ങനെ ഇരുന്നാൽ അമ്മയുടെ ഉപാസനയായിട്ട് പിന്നെ വേറെ ഒന്നും വേണ്ട. നമുക്ക് എല്ലായി ഭദ്രകാളി ഉപാസന കിട്ടി കഴിഞ്ഞാൽ ഭദ്രകാളി മതി. എനിക്കുണ്ട് ഭദ്രകാളി ഉപാസന. നമ്മൾ ജ്യോത്സ്യമൊക്കെ ചെയ്യുമ്പോൾ ഹനുമാൻ മാത്രം പറ്റില്ല. ഭദ്രകാളി ഭഗവാൻ പതുക്കെ സാത്വികനാണ്. ഭദ്രകാളി ഉപാസന ആകുമ്പോഴേ പെട്ടെന്ന് സഡൻ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ എല്ലാ ജ്യോത്സ്യന്മാരും ഭദ്രകാളി ഉപാസന ഉണ്ടാവും, നല്ല കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളിങ്ങനെ മനസ്സ് വിഷമിച്ചാൽ അവർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതാണ് ഭദ്രകാളി. നമ്മൾ വിഷമിക്കാൻ പാടില്ല, നമ്മളാരും പ്രാകൂല. കാരണം നമ്മൾ അമ്മയുടെ അടിമയാണ്, അമ്മയുടെ ദാസരാണ്. നമുക്ക് ഒന്നും പറയാനുള്ള അധികാരമില്ല. അമ്മയാണ് ചെയ്യേണ്ടതൊക്കെ. അത്രത്തോളം പവർഫുള്ളാണ് കൊടുങ്ങല്ലൂർ അമ്മ. കൊടുങ്ങല്ലൂർ പ്രധാനപ്പെട്ട വഴിപാടാണ് തണ്ണീരാമൃതം എന്ന് പറയും. ജോലി കിട്ടാനും കാര്യങ്ങൾ നടത്താനും ഒക്കെ നമ്മൾ തണ്ണീരാമൃതം നേർന്ന് നടക്കും. ആ തണ്ണീരാമൃതത്തിന് ഇങ്ങനെ കാലേ ആരാന്നൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു വലിയൊരാളുണ്ട്, അവിടെ ഒരു ക്ഷേത്രപാലകൻ. സാധാരണ ക്ഷേത്രപാലകൻ പോലെയല്ല, വലിയ അത് വളർന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. ക്ഷേത്രപാലന് പുളിച്ചോറും അതുപോലെ തോർത്തും നേരും കാര്യം നടക്കാനായിട്ട്. നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിന് പോകും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഈ ജോലിക്ക് പട്ടാളത്തിലൊക്കെ ആൾക്കാർ യുദ്ധമൊക്കെ വന്നാൽ പോകുമ്പം ഈ ക്ഷേത്രപാലകന് പുളിഞ്ചോറും തോർത്തും നേരും. നല്ലതാണ്, ഭയങ്കര പവർഫുള്ളാണ്. പിന്നെ അവിടുത്തെ ഗണപതിക്ക് ശക്തിയുള്ളതാണ്. ഗണപതിക്ക് ഒറ്റയപ്പം. അപ്പം നമ്മൾ വഴിപാട് നേരുമ്പോൾ ദേവിക്ക് തണ്ണീരാമൃതത്തോടൊപ്പം ഗണപതിക്ക് ഒറ്റയപ്പം, ക്ഷേത്രപാലന് പുളിഞ്ചോറും തോർത്തുകളും നേർന്നാലാണ് ഓക്കെ ആവുള്ളൂ. ഈ ഓരോ ക്ഷേത്രങ്ങളിലും പോകുമ്പോഴും ഓരോ ആചാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ വന്ന പ്രസിദ്ധമായതാണെന്ന് കൊടുങ്ങല്ലൂരമ്മ, തിരുമാന്താംകുന്ന്, പിന്നെ പുലിയനാർക്കാവ്, അങ്ങനെ എന്തോ ആണ്, പുലിയനാർക്കാവാണോ പേര് ഞാൻ മറന്നുപോയി. ഈ 3 ക്ഷേത്രങ്ങളുണ്ട്. ഈ 3 ക്ഷേത്രങ്ങളിൽ 3 ആചാര രീതികളാണ്. ഇപ്പൊ കൊടുങ്ങല്ലൂര് ഒരുപാട് ഉപദേവതകൾക്കൊക്കെ ഒരുപാട് ആചാരങ്ങൾ, ക്ഷേത്രപാലകർ ഉൾപ്പെടെ ആചാരങ്ങളുണ്ട്. അതുപോലെയാണ് ഇവിടെ തവിടുമുത്തി എന്ന് പറയുന്നത്. ശ്വാസം മുട്ട് ഒക്കെ മാറും. തവിടുമുത്തിക്ക് തവിട് വിട്ട് പ്രാർത്ഥിച്ച് ശ്വാസം മുട്ടിനൊക്കെ നല്ല വെടി, അവിടെ വെടിക്കും പ്രാധാന്യമുണ്ട്. അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് മണ്ണിട്ട് വെടി പൊട്ടിക്കാം, ഭയങ്കര പവർഫുള്ളാണ്. അതേപോലെ ഒരു സർപ്പമുണ്ട് അവിടെ ഓപ്പോസിറ്റ് റോഡിൻ്റെ അപ്പുറത്ത്. ആ സർപ്പത്തിനും ഭയങ്കര പവർഫുള്ളാണ്. ആ സർപ്പത്തിന് പവർഫുള്ളാണ് അപ്പുറത്തിരിക്കണത്. അത് ഭയങ്കര പവർഫുള്ളാണ്. അവിടുത്തെ എല്ലാ ദേവതന്മാർക്കും പവർഫുള്ളാണ്. പിന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ മലരിട്ട് കൊടുത്തത് നല്ലതാണ്. നമ്മുടെ മുജ്ജമ്മ ദുരിതങ്ങളൊക്കെ പോകും. അപ്പോൾ കൊടുങ്ങല്ലൂർ ഓടിപ്പോയി വിട്ട് വരരുത്. കൊടുങ്ങല്ലൂർ പോയി തൊഴുത് കൊടുങ്ങല്ലൂർ പോയി തിരുവഞ്ചിക്കുളത്തിൽ പോയിട്ടാൽ നല്ലതാണ്. തിരുവഞ്ചിക്കുളം എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ. തിരുവഞ്ചിക്കുളത്ത് പോകുമ്പോൾ ചെറിയ ഗൈഡൻസ് ഒക്കെ വേണം. കാരണം മൊത്തം ശിവന്മാരാ, പലതരത്തിലുള്ള ഒരുപാട് ശിവനുണ്ട് അവിടെ. ഏതിലേ പോകണം എന്തിലേ പോകണം നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ ആരെങ്കിലും പറഞ്ഞു തരും. അങ്ങനെ ആ ശിവനെയൊക്കെ തൊഴുത് നിലവറയൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഇതുപോലെ തന്നെ പൗർണമി പൂജ ചെയ്താലും കല്യാണം നടക്കും. പള്ളിയറയൊക്കെ ഉണ്ട്. അങ്ങനെ തേരിൽ ശിവനെയും പാർവതിയൊക്കെ ഇരുത്ത് ആരാധിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ആദ്യം കൊടുങ്ങല്ലൂർ നേരിട്ട് പോരുത്. നേരിട്ട് പോകുമ്പോൾ നമുക്ക് ശക്തി താങ്ങൂല എന്നാണ് പറയണത്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ പോലും, പക്ഷേ ശരിക്കും തിരുവഞ്ചിക്കുളത്ത് പോയി തൊഴുതിട്ട് വേണം കൊടുങ്ങല്ലൂർ പോകാൻ. അതാണ് ഇതിൻ്റെ ആചാരം. അതേപോലെ ഗുരുവായൂർ പോകുമ്പോൾ മമ്മിയൂർ പോയി തൊഴുതിട്ട് വേണം ഗുരുവായൂർ തൊഴാൻ മമ്മിയൂർ തൊഴണം. അങ്ങനെ ആചാരമൊക്കെ ഉണ്ട്. അതുമാതിരി കൊടുങ്ങല്ലൂർ ആചാരമുണ്ട്. അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ വളരെ മഹാദേവൻ്റെ ശക്തിയും കിട്ടും, കൊടുങ്ങല്ലൂരമ്മയുടെ ശക്തിയും, ശിവനും
പാർവതി തന്നെയാണ് ഈ ഭദ്രകാളിയായത്, അതെ അതെ വേറെ ആരുമല്ല. അതെ അതെ ഈ പ്രപഞ്ചത്തിന്റെ നാഥന്മാർ ശിവനും പാർവതിയാണ്. അതെ. അവർ തന്നെ പല രീതിയിലും പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു മാത്രം, ഓരോ രീതിയിൽ. ഇപ്പം നമ്മൾ തന്നെ ഓരോ രീതിയിൽ ഓരോ ദിക്കിപ്പം ഓരോ രീതിയിലല്ലേ പോണത് എന്ന മാതിരി ഭഗവാൻ എന്ന് പറഞ്ഞാൽ അമ്പലത്തല്ലേ, നമ്മളല്ലല്ലോ. അതെ അതെ. അപ്പോൾ അത്രത്തോളം പവർഫുള്ളാണ് കൊടുങ്ങല്ലൂർ അമ്പലം എന്ന് പറയുമ്പോൾ. എന്തായാലും എല്ലാവർക്കും ഈ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പൂർണ്ണമായിട്ടും കൊടുങ്ങല്ലൂരും ബാക്കിയുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോകാനും അവരുടെ കാര്യങ്ങൾ നടക്കാനും അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.